ജേക്കബ് തരകൻ, ഇവിടെ ഈ യുദ്ധമുഖത്ത് പ്രൊപ്പഗണ്ട വാറുകൾ വിശ്വസിക്കാൻ കഴിയില്ല. ഇപ്പോൾ നേരത്തെ 12 ഡേ വാറിനിടയിൽ ട്രംപ് പറഞ്ഞത് ഇപ്പോൾ എന്താണ്, നദാൻസ് ആക്രമിച്ചു, എന്നിട്ട് കംപ്ലീറ്റ് ഇറാന്റെ ആണവ ശക്തി കംപ്ലീറ്റ് ഇല്ലാതാക്കി, ഒബ്ലിട്രേറ്റർ എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. പിന്നെ ഇന്ന് നദാൻസ് വീണ്ടും ആക്രമിക്കുക. അപ്പോൾ അന്ന് ഇല്ലാതാക്കി പിന്നെ എന്താണ് ഇപ്പോൾ ആക്രമിക്കുന്നത്? ഇന്ന് ട്രംപ് പറയുന്നത് ഇറാന്റെ പ്രധാന സൈനിക സ്ഥാപനം തകർത്തു, പാമ്പിന്റെ പത്തി തകർന്നു, അവരുടെ മിസൈൽ സംവിധാനങ്ങൾ ഒന്നാകെ തകർത്തു. അങ്ങനെ തകർന്നെങ്കിൽ ഇറാൻ എങ്ങനെയാണ് ഇപ്പോഴും നോൺ സ്റ്റോപ്പ് മിസൈൽ ഡെലിവറി സാധ്യമാവുക? അമേരിക്കൻ, ഇസ്രായേൽ, ഇറാൻ, IRGC അവകാശവാദങ്ങൾക്കപ്പുറം എന്താണ് ആക്ച്വൽ സ്റ്റാറ്റസ് എന്നൊരു ചിത്രം അങ്ങേക്ക് വ്യക്തമാണോ ശ്രീ ജേക്കബ് തരകൻ? ഈ യുദ്ധസമയത്ത് ക്ലെയിംസ് ക്ലൗഡ്, അതായത് ആൾക്കാർ അവകാശങ്ങളും അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് പ്രൊപ്പഗാൻഡ നടത്തുന്നത് വളരെ സാധാരണമാണ്. താങ്കൾ ചോദിച്ചത് ഇപ്പോൾ എന്താണ് ഇസ്രായേൽ അമേരിക്കയ്ക്ക് എതിരെ ഇറാൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഇത് വായിച്ച് കണ്ട് ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ മുറ നോക്കിയിട്ട് എൻ്റെ മനസ്സിൽ കൂടെ പോയത്, ഫെബ്രുവരി 2ാമത്തെ ആഴ്ച ഇറാൻ ഒരു എക്സസൈസ് ചെയ്തായിരുന്നു. അതിന് മൊസൈക്ക് വാർഫെയർ എന്നൊരു പേര് കൊടുത്തു. അതായത് IRGCയുടെ 31 യൂണിറ്റിനെ അത് 31 ഭാഗിച്ച് ഓരോ യൂണിറ്റിനും ഇൻഡിപെൻഡന്റ് കമാൻഡ് കൊടുക്കുകയായിരുന്നു ആ എക്സസൈസിൽ. അതായത് തെഹ്റാനിൽ നിന്ന് ഓർഡർ കിട്ടാതെ തെഹ്റാനിൽ വല്ലതും സംഭവിച്ചാൽ ഈ ഓരോ IRGC കമാൻഡറിനും, യൂണിറ്റ് ലെവൽ കമാൻഡറിനും, ഈ 31 പ്രൊവിൻസിലുള്ള കമാൻഡറിനും ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്ത് ചെയ്യാനും ഉള്ള അധികാരം കൊടുത്തതായിട്ടാണ് ഞാൻ വായിച്ചറിഞ്ഞത്. അതിന്റെ ഫലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പം ഈ നടക്കുന്ന അറ്റാക്ക് ഒന്നും എനിക്ക് തോന്നുന്നില്ല തെഹ്റാനിൽ നിന്ന് കോർഡിനേറ്റഡ് ആണെന്ന്. അല്ല, ഞാൻ ചേർത്ത് പറഞ്ഞോട്ടെ. അതായത് ഇന്നിപ്പോ അബ്ബാസ് അറാക്ചിയോട് എന്തുകൊണ്ടാണ് സൗദി അറാംകോ അറ്റാക്ക് വയ്ക്കുമ്പോൾ അതെനിക്കറിയില്ല, IRGCയോട് തീരുമാനം എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പൊ താങ്കൾ പറഞ്ഞ പോലെ തന്നെയാണ്, തെഹ്റാന്റെ ഡയറക്റ്റ് കൺട്രോൾ ഇപ്പൊ ഇല്ല അവർക്ക്. ഇല്ല, അതാ ഈ വരാൻ പോകുന്ന സംഭവത്തെ ഇറാന്റെ ഹൈറാർക്കി മുൻകൂട്ടി കണ്ടിരുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ്. അവർക്കറിയാമായിരുന്നു ഈ സുപ്രീം കമാൻഡറിനെ അമേരിക്കയും ഇസ്രായേലും ഉന്നം വെക്കുന്നുവെന്ന് അറിയാമെന്ന് കൊണ്ട് തന്നെ അവർ ഈ ഒരു ഡിസിഷൻ എടുത്തു. ഇന്നിപ്പം നേരത്തെ കേണൽ ഡെന്നി പറഞ്ഞതുപോലെ 3 F-15 എയർക്രാഫ്റ്റ് കുവൈത്തിൽ വീണു എന്ന് പറഞ്ഞു. എന്നിട്ട് അമേരിക്കയുടെ ഒരു വാദം അത് ഫ്രണ്ട്ലി ഫയറാണ്. അതായത് കുവൈത്തിന്റെ എയർ ഡിഫൻസ് ആണ് ഈ പ്ലെയിനെ വെടിവെച്ചതെന്ന് അവർ അവകാശപ്പെടുന്നു. പക്ഷേ എൻ്റെ അറിവിൽ ഇപ്പൊ ഈ കുവൈത്തിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റം അമേരിക്കയുടേതാണ്. അമേരിക്കൻ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ഇലക്ട്രോണിക്സിൽ അവരുടെ എല്ലാ പ്ലെയിനുകളുടെയും സിഗ്നേച്ചർ സ്റ്റോർഡ് ആണ്. ഒരു കാരണവശാലും കുവൈത്തിൽ നിന്നുള്ള അമേരിക്കൻ എയർ ഡിഫൻസ് അമേരിക്കൻ പ്ലെയിന് വെടിവെക്കാൻ ഒക്കത്തില്ല. അത് സാധാരണഗതിയിൽ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്, എവിടെ നിന്നോ ഏതോ മിസൈൽ ഈ 3 പ്ലെയിനെ പിടിച്ചിട്ടുണ്ട്. അത് കുവൈത്തിന്റെ ആകാൻ ചാൻസ് കുറവാണ്, ആകാം, പക്ഷെ അതിനുള്ള പ്രോബബിലിറ്റി കുറവാണ്. IRGC അല്ലെങ്കിൽ ഇറാന്റെ ഈ ചെതറിപ്പോയിട്ടുള്ള, സംഘടിതമായിട്ട് ചെതറിപ്പോയിട്ടുള്ള അവരുടെ IRGCയും അതുപോലെ തന്നെ മറ്റുള്ള അവരുടെ എലിമെന്റ്സിന്റെയും ആക്ഷനാണ്. ഹാഷ്മി, ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ നാം കാണാൻ പോകുന്നത് ഇതിന്റെ എഫക്റ്റീവ് ഇതാണ്. അതായത് മസ്കിറ്റോ സ്വാം, അതായത് ഈ കൊതുകിന്റെ ഒരു പട വരുന്നത് പോലെ അവിടുന്നും ഇവിടുന്നും കടിക്കും. ഇന്ന് നാം കണ്ടു ഇസ്രായേലില് അവിടെ സിനഗോഗിൽ ഒരു മിസൈൽ വീണപ്പോൾ പറയുന്ന ഒരു വാക്തം, ഇന്നസെന്റ് ചിൽഡ്രൻ ഹാവ് ബീൻ കിൽഡ്. എല്ലാ രാജ്യങ്ങളിലെയും സിവിലിയൻസ്, ഇന്നസെന്റ് ചിൽഡ്രൻ, ഇന്നസെന്റ് ലേഡീസ് ആണ്. 150 പിള്ളേര് ഇറാനിൽ മരിച്ചെങ്കിൽ അതിനാർക്ക് സങ്കടം എന്തുകൊണ്ടില്ല എന്ന് ചോദിക്കണം ഇസ്രായേലിനോട്. ഇത് യുദ്ധത്തിന്റെ പരിണാമം എന്താണെന്ന് ഇനി മുമ്പോട്ട് കാണാം. പക്ഷെ ഇത് എന്തിന് ചെയ്തു എന്നുള്ളത് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാം. കാര്യം എന്തായാലും ന്യൂക്ലിയർ വെപ്പന് വേണ്ടി അല്ല എന്ന് ഷുവറാണ്. റെജീം ചേഞ്ച് കൊണ്ട് എന്താണ് അമേരിക്കയ്ക്ക് കിട്ടാൻ പോകുന്നത് എന്ന് നാം ആലോചിക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.